ഒരു സിനിമയിൽ കാണിച്ച സംഭവം മറ്റൊരു സിനിമയിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മളെല്ലാവരും കണ്ട സിനിമയിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ചില സംഭവങ്ങൾ പല സിനിമകളിലും യഥാർത്ഥ ജീവിതത്തിലും വരെ കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള യാദർശികമായ സിനിമകളെയും സംഭവങ്ങളെയും കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം മാത്രം അഭിപ്രായം പറയാൻ ശ്രമിക്കുക. ആടുജീവിതം പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നാണ് 2024 പുറത്തിറങ്ങിയ ബ്ലസ്സി സിനിമയായ ആടുജീവിതം. ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് സിനിമയുടെ ക്ലൈമാക്സ്. ഒരുപാട് വർഷം മരുഭൂമിയിൽ ജീവിച്ച നജീബ് മരുഭൂമിയിലൂടെ നടന്ന് ക്ഷീണിച്ച് റോഡിലെത്തുമ്പോൾ ഒരു അറബി കാറിൽ വരികയും നജീബിന് കുടിക്കാൻ വെള്ളം കൊടുക്കുകയും അദ്ദേഹത്തിനെ കാറിൽ കൂട്ടിക്കൊണ്ടുപോയി ടൗണിൽ കൊണ്ട് ഇറക്കി വിടുകയും ചെയ്യുന്നുണ്ട്. ഇത് യഥാർത്ഥ ഒരു സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ഒരു സീനിൽ കാണിച്ച അതേ സംഭവങ്ങൾ 44 വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ മറ്റൊരു മലയാള സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കാര്യം ഇതൊരു യാദർശികമായ സംഭവമാണ്. പൃഥ്വിരാജിന്റെ അച്ഛനായ സാക്ഷാൽ സുകുമാരൻ അഭിനയിച്ച MT തിരക്കഥ എഴുതിയ 1980 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന സിനിമയിലാണ് ഇതേ രംഗം കാണാൻ കഴിയുന്നത്. സുകുമാരന്റെ രാജഗോപാലൻ എന്ന കഥാപാത്രം അറബി ദേശത്ത് മരുഭൂമിയിലൂടെ ക്ഷീണിച്ച് നടന്നു വരികയും തുടർന്ന് ഒരു അറബിയെ കാണുകയും പിന്നീട് ആടുജീവിതത്തിൽ കാണിച്ച അതേ സീനുകളും സംഭവങ്ങളും ഇതേ സിനിമയിൽ കാണിക്കുന്നുണ്ട്. 4 പതിറ്റാണ്ടിലെ 2 സിനിമകൾ, അതിൽ അച്ഛനും മകനും 2 സിനിമകളിൽ ഒരേ രീതിയിലുള്ള സീനുകൾ അഭിനയിക്കുന്നു. എല്ലാം തികച്ചും യാദർശികം മാത്രം. അയാൾ കഥ എഴുതുകയാണ്. 1998 കമൽ സിനിമയാണ് അയാൾ കഥ എഴുതുകയാണ്. ഈ സിനിമയിലെ ഒരു സീനിലെ സംഭവം യഥാർത്ഥ ജീവിതത്തിൽ യാദർശികമായി സംഭവിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു ഭാഗത്തായി ശ്രീനിവാസിന്റെ രാമകൃഷ്ണൻ എന്ന തഹസിൽദാര് ഓഫീസിൽ ചുമതലയേൽക്കാൻ വരുമ്പോൾ പ്രിയദർശിനി എന്ന മറ്റൊരു തഹസിൽദാര് കസേര ഒഴിഞ്ഞു കൊടുക്കാതെ വാശിയോടെ അവിടെ ഇരിക്കുന്നതായി കാണാം. പിന്നീട് ഒരുപാട് സമയം 2 തഹസിൽദാരും അധികാര കസേരയ്ക്ക് വേണ്ടി മുഖത്തോട് മുഖം ചേർന്ന് ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നതെല്ലാം രസകരമായി സിനിമയിൽ കാണിച്ച സംഭവങ്ങളാണ്. എന്നാൽ ഈ സിനിമയിൽ കാണിച്ച ഈ സംഭവങ്ങൾ വളരെ യാദർശികമായി ഈ അടുത്ത കാലത്ത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുകയുണ്ടായി. 2024 ഡിസംബർ 24 കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് സംഭവം ഉണ്ടായത്. കോഴിക്കോട് DMO ഓഫീസിൽ നിന്ന് 2 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരുടെ കസേരകളി ഇന്നും അവിടുത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസറായി ചുമതലയേൽക്കാൻ വന്ന ഡോക്ടർ രാജേന്ദ്രന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കാതിരിക്കുന്ന ഡോക്ടർ ആശാദേവിയും സിനിമയിലേതുപോലെ തന്നെ അധികാര കസേരയ്ക്ക് വേണ്ടി മുഖത്തോട് മുഖം ചേർന്ന് ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന 2 ഡോക്ടർമാരുടെ ചിത്രങ്ങളെല്ലാം അടുത്ത കാലത്ത് വൈറലായിരുന്നു. അവിടെ നടന്ന സംഭവങ്ങളെല്ലാം സിനിമയിൽ കാണിച്ചതുപോലെ തന്നെ വളരെ യാദർശികമായി യഥാർത്ഥ ജീവിതത്തിൽ സംഭവിച്ചു. എന്താലേ? ദൃശ്യം 2013 മോഹൻലാൽ സിനിമയാണ് ദൃശ്യം. ഈ സിനിമയിലെ ഒരു രംഗത്തിന്റെ സമാനമായ രംഗം യാദർശികമായി മറ്റൊരു തമിഴ് സിനിമയിൽ കാണാൻ കഴിയും. ദൃശ്യം എന്ന സിനിമയിൽ വരുണിന്റെ ഡെഡ് ബോഡി കണ്ടെത്താൻ വേണ്ടി പോലീസ് പറമ്പിൽ കുഴിയെടുക്കുമ്പോൾ ചത്ത പശുവിന്റെ ബോഡി കിട്ടുന്ന സമയത്ത് പിന്നീട് കേസിന്റെ വഴി തിരിക്കാൻ വേണ്ടി ജോർജ് കുട്ടി ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ചുറ്റും കൂടി നിന്ന പത്രക്കാരോടും മറ്റാളുകളോടും പോലീസ് തന്നെയും തന്റെ മകളെ മർദ്ദിച്ചെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പത്രക്കാരും മറ്റാളുകളും പോലീസിന്റെ അടുക്കലേക്ക് കയർത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സീനിലെ പ്രധാനപ്പെട്ട വിഷയം ജോർജ് കുട്ടി വളരെ തന്ത്രപൂർവ്വം മാറ്റുന്നുണ്ട്. എന്റെ കുഞ്ഞിനെ ആ സഹദേവൻ എന്ന പോലീസുകാരൻ തല്ലി, ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളുടെ കുടുംബത്തെ തല്ലി ചതക്കുക. 2024 പുറത്തിറങ്ങിയ സട്ടമൻ കയ്യിൽ എന്ന തമിഴ് സിനിമയിൽ ഇതേ സീനിന്റെ മറ്റൊരു വേർഷൻ കാണാൻ കഴിയും. തന്റെ കാറിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഡെഡ് ബോഡി കണ്ടെത്താൻ വേണ്ടി പോലീസ് കാറിന് ഡിക്കി തുറക്കുമ്പോൾ നായകൻ പെട്ടെന്ന് വിഷയം മാറ്റി ചുറ്റും കൂടി നിന്ന പത്രക്കാരോടും മറ്റാളുകളോടും പോലീസ് തന്നെ മർദ്ദിച്ചെന്നും കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന പത്രക്കാരും മറ്റാളുകളും പോലീസിനോട് കയർക്കുകയും അങ്ങനെ നായകൻ ആ സമയത്ത് വളരെ തന്ത്രപൂർവ്വം ആ വിഷയം മാറ്റുകയും ചെയ്യുന്നുണ്ട്. സിനിമ കാണുന്ന സമയത്ത് അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള വളരെ യാദർശികമായ മറ്റൊരു സംഭവമായിരുന്നു ഇത്. നാടോടിക്കാറ്റ് 1987 സത്യൻ അന്തിക്കാട് സിനിമയാണ് നാടോടിക്കാറ്റ്. സിനിമയിലെ ഒരു ഭാഗത്തായി മോഹൻലാലും ശ്രീനിവാസനും പോലീസ് സ്റ്റേഷനിൽ ഏറെ ടെൻഷനോടെ നിൽക്കുന്ന സമയത്ത് അവിടെ വെച്ചിരിക്കുന്ന ഗാന്ധിജിയുടെ ഫോട്ടോയിലേക്ക് നോക്കി പരസ്പരം ചിരിക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ ഇതേ സീനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉൾപ്പെടെ മറ്റൊരു മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2024 പുറത്തിറങ്ങിയ കോമഡി ത്രില്ലർ മൂവിയാണ് ഞാൻ കണ്ടതാ സാറേ. പക്ഷേ ഈ സിനിമ തിയേറ്ററിൽ അത്ര ഗംഭീരമായി ഓടിയൊന്നുമില്ല. സിനിമയിലെ ഒരു ഭാഗത്തായി താൻ കണ്ട കൊലപാതകത്തിന്റെ സാക്ഷി പറയാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ഇന്ദ്രജിത്തിനെയും ബൈജുവിനെയും കാണാൻ കഴിയും. എന്നാൽ പിന്നീട് കാണിക്കുന്ന സീൻ വാസ്തവത്തിൽ നാടോടിക്കാറ്റിലെ മോഹൻലാലിന്റെയും ശ്രീനിവാസന്റെയും സീനിന്റെ അതേ പകർപ്പ് തന്നെയാണ്. അവരുടെ റിയാക്ഷനും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഉൾപ്പെടെ എല്ലാം എടുത്ത് അതേപടി ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ തിയേറ്ററിലോ OTT അത്ര ഗംഭീരമായി പോകാത്തതുകൊണ്ട് അധികം ആരും ഈ ഒരു സീനോ സിനിമയോ ഓർമ്മിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മഗധീര SS രാജമൗലിയുടെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് രാംചരന്റെ 1000 ദിവസം ഓടിയ മഗധീര. മഗധീരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗങ്ങളിൽ ഒന്നാണ് നായകനും വില്ലനും തമ്മിലുള്ള കുതിരയോട്ട മത്സരം. എന്നാൽ ആ ഒരു മത്സരത്തിനിടയിൽ നായകനായ രാംചരൺ ഒരു വലിയ കുഴിയിലേക്ക് വീണു പോവുകയും തന്റെ കുതിര രക്ഷകനായി വരികയും കുതിരയെ ബന്ധിപ്പിച്ചിരിക്കുന്ന വള്ളിയിൽ പിടിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്.
എന്നാൽ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഈ ഒരു സീൻ വാസ്തവത്തിൽ രാംചരന്റെ അച്ഛനായ സാക്ഷാൽ ചിരഞ്ജീവിയുടെ ഒരു സിനിമയിൽ നിന്നും എടുത്തുപയോഗിച്ചിട്ടുള്ള രംഗമാണ്. 1990 പുറത്തിറങ്ങിയ ചിരഞ്ജീവിയുടെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു കൊണ്ടവീട്ടി ദോങ്ക. തെലുഗു സിനിമയുടെ ചരിത്രത്തിലെ 6 സ്റ്റീരിയോഫോണിക് സൗണ്ടുള്ള ആദ്യത്തെ 70mm മൂവിയായിരുന്നു കൊണ്ടവീട്ടി ദോങ്ക. ഈ സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് കണ്ടു നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവിയാണ്. ഈ ഒരു മൂവി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഈ സിനിമയുടെ ഒരു ഭാഗത്തായി കൊള്ളക്കാരനായ ചിരഞ്ജീവി ഒരു കുഴിയിൽ അകപ്പെട്ടു പോവുകയും തന്റെ കുതിരയുടെ വള്ളി ഉപയോഗിച്ച് അദ്ദേഹം രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനിന്റെ ഇൻസ്പിറേഷനാണ് മഗധീരയിൽ കാണിക്കുന്ന രാംചരന്റെയും കുതിരയുടെയും ആ ഒരു ഐക്കോണിക് സീൻ. യവനിക 1982 KG ജോർജ് സിനിമയാണ് യവനിക. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഭരത് ഗോപിയുടെ മരണത്തെ ചൊല്ലി മകനായ അശോകനെ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്ന ഒരു സീനുണ്ട്. അവിടെ വെച്ച് അശോകൻ വളരെ രസകരമായ രീതിയിൽ പോലീസുകാരോട് ഒരു മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു പറയും. പിന്നീട് ഭയങ്കര വൈറലായ അശോകന്റെ ആ ഒരു ഡയലോഗ് ഡെലിവറി അതേപടി എടുത്ത് മറ്റൊരു മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2024 VK പ്രകാശ് സംവിധാനം ചെയ്ത സിനിമയാണ് പാലും പഴവും. സിനിമയിലെ ഒരു ഭാഗത്തായി പോലീസ് സ്റ്റേഷനിൽ പോകുന്ന അശോകൻ യവനികയിൽ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന അതേ ഡയലോഗ് ഡെലിവറിയിൽ ഇവിടെയും സംസാരിക്കുന്നതായി കാണാം. പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ, കടത്തി എന്നൊക്കെ പറയും. അശോകന്റെ ആ ഒരു പെർഫോമൻസ് അടിപൊളിയാണെങ്കിലും സിനിമ അത്രയ്ക്കങ്ങ് കാര്യമായിട്ട് വർക്കായില്ല. പഞ്ചായത്ത് ജെട്ടി 2013 വല്ലാത്ത പഹയൻ എന്ന സിനിമയ്ക്ക് ശേഷം മറിമായൻ ടീം സംവിധാനം ചെയ്ത സിനിമയാണ് പഞ്ചായത്ത് ജെട്ടി. ഒരു ആക്ഷേപഹാസ്യ സിനിമയായതുകൊണ്ട് തന്നെ സിനിമയിലെ പല രംഗങ്ങളും യഥാർത്ഥ ജീവിതവുമായി ബന്ധമുള്ളതായിരുന്നു. അങ്ങനെ യഥാർത്ഥ ജീവിതത്തിലും സിനിമയിലും ഒരുപോലെ കാണിച്ച ഒരു സീനായിരുന്നു സനൂജ് അവതരിപ്പിച്ച പഞ്ചായത്ത് മെമ്പർ എന്ന കഥാപാത്രത്തിന്റെ കട ഉദ്ഘാടനം. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി ഇനാഗുറേഷൻ സ്റ്റാർ എന്ന പട്ടം കിട്ടിയ സാക്ഷാൽ ഹണി റോസ് സമീപകാലത്ത് നടത്തിയ ഒരു മൊബൈൽ ഷോപ്പ് ഉദ്ഘാടനത്തിന്റെ അതേ രംഗങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയുടെ ഈ ഒരു ഭാഗത്തായി അവർ ഉപയോഗിച്ചത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ ഇതേപോലൊരു മൊബൈൽ ഷോപ്പ് ഇത് ആദ്യമായിട്ടാണ്. എന്താലേ ഭരത് ആന നേനു 2018 മഹേഷ് ബാബു സിനിമയാണ് ഭരത് ആന നേനു. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് പൊളിറ്റിക്സ് ആണ്. സിനിമയിലെ ഒരു ഭാഗത്തായി മുഖ്യമന്ത്രിയായ മഹേഷ് ബാബു നായികയെ ഫോൺ വിളിക്കുകയും താൻ മുഖ്യമന്ത്രിയാണെന്ന് അറിയിക്കാൻ വേണ്ടി ആന്ധ്രാപ്രദേശ് സെക്രട്ടേറിയറ്റിലേക്ക് വിളിക്കാൻ പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ നമ്പർ കൊടുക്കുന്നു. നായിക സെക്രട്ടേറിയറ്റിലേക്ക് ഫോൺ ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി മഹേഷ് ബാബു ആണെന്ന് തിരിച്ചറിയുകയും ആ സമയത്ത് നായിക ഞെട്ടിപ്പോകുന്നതുമാണ് സിനിമയിലെ സീൻ. ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആ ഒരു പ്രത്യേക സീൻ ഭയങ്കരമായിട്ട് ട്രെൻഡായിരുന്നു. എന്നാൽ ഈ ഒരു സീൻ വാസ്തവത്തിൽ 1995 ദ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഹോളിവുഡ് സിനിമയിൽ നിന്നും എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അവിടെ നായകൻ താൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് അറിയിക്കാൻ വേണ്ടി വൈറ്റ് ഹൌസിലെ നമ്പർ നായികയ്ക്ക് കൊടുത്ത് അതിലേക്ക് വിളിക്കാൻ പറയുന്നുണ്ട്. നായിക ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ നായകൻ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്ന് നായികയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. സംഭവം രണ്ടും ഏകദേശം ഒന്ന് തന്നെ. ഒരിടത്ത് മുഖ്യമന്ത്രിയാണെങ്കിൽ മറ്റൊരിടത്ത് പ്രസിഡന്റ് ആണെന്ന് മാത്രം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.